ഞാനിവിടെ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ട ക്ലാസ്സിൽ നിന്നും ഇതിനു മുമ്പ് തന്നെ ബ്രദറിൻ്റെ ക്ലാസ് കൂടിയിട്ടുണ്ട് യൂട്യൂബിലൂടെ. അന്നേരമൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ബ്രദർ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പാപാവസ്ഥ ഇല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ എനിക്കത് ഒന്നുകൂടെ കർത്താവ് വിശദീകരിച്ച് ബ്രദറിലൂടെ കിട്ടി. അതായത് ആ കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞിനെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. ആ വീഞ്ഞാക്കി മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നീട് ഒരിക്കലും ആ പച്ചവെള്ളത്തിൻ്റെ ടേസ്റ്റ് വരുന്നില്ല. ആ വീഞ്ഞിന് പോലും ഇറ്റ്സെൽഫായിട്ട് വീണ്ടും റിട്ടേൺ ടു വാട്ടറാകാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ. അതായത് നമ്മൾ ആ കൃപാവരത്തിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക്, യേശുവിലുള്ള വിശ്വാസത്തിലൂടെ ചൊരിയപ്പെട്ട പരിശുദ്ധാത്മാവുമായിട്ട് നമ്മൾ അതിലേക്ക് മേഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമ്മളല്ല, നമ്മളിൽ പൗലോസ്ലീഹ പറഞ്ഞാൽ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞൊരു അനുഭവത്തിലേക്ക് വരുമ്പം എൻ്റെ മനസ്സും ആത്മാവിലുള്ള ആ പവർ, ആത്മാവിൽ നിന്ന് മനസ്സിലേക്കും ശരീരത്തിലേക്കും ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞു കഴിയുമ്പം പിന്നെ പരിശുദ്ധ അമ്മയെ പോലെ നമ്മൾ കണ്ടുമുട്ടുന്നവരിൽ പോലും ആ പരിശുദ്ധാത്മ ചൈതന്യം നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. അവരിലേക്ക് ആ ശക്തി അവരനുഭവിച്ചിട്ട് നമ്മുടെ ഒരു ചിരിയാകാം, അവരൊരു ഞാനത് അനുഭവിക്കുന്നുണ്ട് എൻ്റെ ജോലി മേഖലയിൽ. അത് പറയാൻ ഞാനൊരു അനുഭവമായിട്ട് പറയാനാണ്. ഒത്തിരി പ്രതികൂലങ്ങളുടെ നടുവിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, ഈശോയോട് കൂടി ജീവിക്കുമ്പം ആരും നമ്മളെ അംഗീകരിക്കത്തില്ല. നന്മ കണ്ടാലും 100% നന്മയാണെങ്കിലും അതിലൊരു തിന്മ അവർ തന്നെ ഉണ്ടാക്കി ഈശോ അനുഭവിച്ച അനുഭവത്തിലൂടെ നമ്മൾ അത് തന്നെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്റ്റേഷനിൽ ഞാൻ ലേബർ റൂമിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ 80-90 സ്റ്റാഫുകളുണ്ട്. ആ 80 പേരുണ്ട്, 79 പേരെയും ഈശോ എന്നിൽ നിന്ന് അകറ്റും. ഞാൻ ഒറ്റയ്ക്ക് ഒരു 1 man ഷോ പോലെയാണ് ഞാൻ ആ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നത്. എന്നാൽ അവർക്കെല്ലാം എന്നെ ഭയങ്കര ഇഷ്ടം, പക്ഷേ സ്നേഹിക്കാൻ പറ്റുന്നില്ല. സ്നേഹിക്കാൻ മീൻസ് അവരുടെ കൂടെ എന്നെ കൂട്ടാൻ പറ്റുന്നില്ല, അവരെ ഒറ്റപ്പെടുത്തിയിട്ട്. പക്ഷേ ആ ഒറ്റപ്പെടൽ അവരുടെ വിചാരം ഞാൻ പെയിനായിരുന്നു, പക്ഷേ ഞാനതിൽ ഭയങ്കര എൻജോയ്. കാരണം ഈശോൻ്റെ കൂടെ നടക്കാം, അവരെല്ലാം മാറ്റി നിർത്തിയിട്ട് കർത്താവിൻ്റെ കൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്നു. ഒരു കൊച്ചനുഭവം പറയുകയാണ്. ഒത്തിരി ഇൻസിഡൻസ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ഒരു ദിവസം ഞാൻ ഡെലിവറി എടുത്ത് കണ്ടക്ട് ചെയ്ത്, ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഡോക്ടേഴ്സ് ഒന്നും വരില്ല, മിലിറ്ററി ഹോസ്പിറ്റലാണ്. പേഷ്യൻറ്റിനെ നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഡെലിവറി എപ്പിസ്പോട്ടമി അറിയാമായിരിക്കാം, ഞങ്ങൾ തന്നെയാണ് ഈ ഓൾ പ്രൊസീജിയറും ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് ബേബി ഡെലിവറി കഴിഞ്ഞു. ആ സമയം വരെയും CTG എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റും അമ്മയുടെ കൺട്രാക്ഷനും എല്ലാം റെക്കോർഡ് ചെയ്യുന്ന ഒരു മെഷീൻ വഴി നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കുഞ്ഞിൻ്റെ അറ്റ് ബെർത്ത് വരെ. അപ്പം അതുവരെയും ഈ CTG കംപ്ലീറ്റ്ലി നോർമലാണ്. പക്ഷേ ബേബി ഇറങ്ങി വന്നപ്പം ഈ കൊച്ച് ശരിക്കും അതായത് മരിച്ച കൊച്ചാണ് ഇറങ്ങി വരുന്നത്. നല്ല യെല്ലോ കളറിൽ, ബ്ലാക്ക് ലിപ്പ്, ഒരനക്കവും ഇല്ല, ഹാർട്ട് റേറ്റും ഒന്നുമില്ല. ശരിക്കും ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ഹെൽപ്പിന് വിളിച്ചിട്ട് ഈ പറഞ്ഞ പോലെ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തി, ആരും വരില്ല. മീൻസ് മാക്സിമം എൻ്റെ ആ ഒരു എനിക്ക് കിട്ടുന്ന 6-7 പേഷ്യൻ്റ്, ആ 7 പേഷ്യനെയും ഒരു മനുഷ്യരും ഇല്ല. അവർക്കൊക്കെ എന്നെ ഇഷ്ടം, പക്ഷേ അവർക്ക് വരാൻ പറ്റില്ല, അവർക്ക് ഇൻവോൾവ് ആകാൻ പറ്റില്ലാത്തൊരവസ്ഥ. അങ്ങനെ ഈ കുഞ്ഞ് ഇറങ്ങി വന്നപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങ് പേടിച്ച് വിറച്ചു. അതും 11 years ഇൻഫെർട്ടിലിറ്റി ഉള്ള ഒരു മദറിൻ്റെ ബേബിയാണ്. അപ്പം എനിക്ക് ഉറപ്പാണ് ഞാൻ ജയിലിൽ പോകും. തൂക്കുമാരറിയാമല്ലോ സൗദി റൂള്, അവരുറപ്പായിട്ടും കൊണ്ടുപോയി തൂക്കിക്കൊല്ലും. അപ്പം ഞാൻ എൻ്റെ ശരിക്കും, പക്ഷേ ബ്രദറിൻ്റെ ഈ സങ്കീർത്തനമൊക്കെ, അപ്പം എൻ്റെ ഈശോയെ എൻ്റെ ആത്മാവ് നിന്നോട് ഒട്ടിച്ചേർന്ന് നിൽക്കുക, ഈ അവസ്ഥയിൽ എനിക്ക് ആരുമില്ല. പിന്നെ ആ 27-ാം സങ്കീർത്തനം, 16-ാം സങ്കീർത്തനം, അതിലൊക്കെ ഞാൻ അവിടെ ജീവിക്കുക. അപ്പം ഞാനവിടെ എന്നോട് ഒപ്പോസ് ചെയ്ത് നിൽക്കുന്ന പാവം കുട്ടികൾ, അവരുടെ കുട്ടികൾ ഈശോ അങ്ങനെ അനുവദിക്കുന്ന, അവരെല്ലാം ഭയങ്കര എനിക്ക് കേൾക്കാം. വേറൊരു സൈഡിൽ പോയി കൈ കൊട്ടി ആർത്ത് വിളിച്ച് ചിരിക്കുകയും, അതായത് ഞാൻ പെട്ടു എന്നുള്ള രീതിയിൽ. കാരണം നെക്സ്റ്റ് ഡേയിൽ ഉറപ്പായിട്ടും തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ അവിടെ നിന്ന്, അപ്പോൾ ജീവൻ്റെ ഉടയവൻ നീയാണ്, ഞാൻ വിശ്വസിക്കുന്നു, നീ എൻ്റെ ഉള്ളിലുണ്ടല്ലോ. അപ്പം പീഡിയാട്രിഷ്യൻ വന്ന് കുഞ്ഞിനെ ഇൻറ്റുബേറ്റ് ചെയ്തു. ഞാൻ അയാളോട് ചോദിച്ചു, പീഡിയാട്രിഷ്യനോട് ചോദിച്ചു, സാറേ എന്തെങ്കിലും. അപ്പോൾ അവർ പറഞ്ഞു ഇൻഷാ അല്ലാഹ്, അതായത് ദൈവം അനുവദിക്കുകയാണ് ജീവിക്കുക. അതായത് മരിച്ചു എന്ന് തന്നെ എന്നോട് പറഞ്ഞു. അങ്ങേര് കുഞ്ഞിനെ പുഷ് ചെയ്ത് NIC കൊണ്ടുപോയി. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ നഴ്സിൽ നിന്ന് അറിഞ്ഞത് കൊച്ച് ജസ്റ്റ്. അപ്പം ഞാനവിടെ മുട്ടക്കുതിൽ നിന്ന് പ്രാർത്ഥിക്കുക. ഇവരെല്ലാം എന്നെ ഒറ്റപ്പെട്ടിട്ടിട്ട് പോയി. ഈ അമ്മയാണ് എന്നോട് എന്നെ പറ്റി. അപ്പം അതുകൂടെ കണ്ടപ്പോൾ എനിക്ക് ഒന്നുകൂടെ പേടിയായി. മുട്ടക്കുതിൽ നിന്ന് ഈശോയോട് പ്രാർത്ഥിച്ചപ്പോൾ സഹായിക്കണേ, അങ്ങ് ജീവൻ്റെ ഉടയവനാണ്, അങ്ങ് അനുവദിച്ചില്ലെങ്കിൽ ആ ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടുപോകില്ല. ഇങ്ങനെ എന്നെ ഞാൻ പ്രാർത്ഥിച്ചു. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൊച്ച് ബ്രത്ത് എടുത്തു. ആഫ്റ്റർ 3 hours കഴിഞ്ഞപ്പം എക്സ്റ്റുബേറ്റ് ചെയ്തു. ആഫ്റ്റർ 3rd day കുഞ്ഞ് ഡിസ്ചാർജ് ആയിപ്പോയി. അവർക്കത് എൻ്റെ കൂടെയുള്ള ഓഫീസേഴ്സിന് വിശ്വസിക്കാൻ പറ്റിയില്ല. 1 minute സിസ്റ്റർ പറഞ്ഞ് നമ്മൾ വടിയെടുക്കണമെന്ന്. എനിക്ക് 2 കുഞ്ഞുമക്കളുണ്ട്, അവരിവിടെ ഉണ്ട്, നിങ്ങൾക്ക് ചോദിക്കാം. അവർ ഭയങ്കര കുസൃതി ചിലപ്പോൾ കാണിക്കാറുണ്ട്. ആദ്യമൊക്കെ ഞാനും അവർ അടിക്കുകയും അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യുകയൊക്കെ ശ്രമിക്കും. പക്ഷേ ഞാൻ എത്രമാത്രം കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ അതൊന്നും എനിക്കൊന്നും ഇഫക്റ്റീവ് അല്ലായിരുന്നു. പക്ഷേ ഈ ഒരു പോയിൻ്റ്, അതായത് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് തന്നെ ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിലുണ്ട്. പിന്നെ ഞാനെന്തിനാ എന്നെ നന്നായിട്ട് നയിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനോട് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പുറമേ നിന്ന് പറയുന്നതിലും ഇഫക്റ്റീവാണ് അവരുടെ ഉള്ളിൽ നിന്ന് അവർക്കൊരു ബോധ്യം, അത് അവരുടെ തന്നെ ബോധ്യം. അപ്പം
ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ അവരുടെ ഈഗോ അല്ലെങ്കിൽ പുറമേയുള്ള തിന്മയുടെ സ്വാധീനം ഒരു നുണ പറഞ്ഞു കൊടുക്കും. പക്ഷേ അവരുടെ ഉള്ളിൽ നിന്ന് ആ ഒരു അവർ പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, ചെയ്തേ പറ്റും. സമയം വടിയെടുത്ത് കൊടുത്താൽ ടെമ്പററി ഒരു സൈലൻ്റ് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് മൊമെൻറ്റിൽ സിസ്റ്റർ അല്ലെങ്കിൽ ടീച്ചർ പോയി കഴിയുമ്പോൾ അവർ വീണ്ടും മോശമായിട്ട് കാണിക്കും. പക്ഷേ ആ കുട്ടികൾ ഇച്ചിരി കഴിയുമ്പോൾ എന്നോട് പറയും, മമ്മി ഞാൻ ഒന്നും മിണ്ടത്തില്ല, ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം ഇച്ചിരി കഴിയുമ്പോൾ മമ്മി സോറി. അപ്പോൾ അവർ തന്നെ റിയലൈസ് ചെയ്തിട്ട് ഞങ്ങൾ ഇന്ന തെറ്റ് ചെയ്ത് ഇനി അത് ചെയ്യില്ല, പിന്നെ അത് അവർ ആവർത്തിക്കാറില്ല. എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയി. അവർക്കും വേദനയില്ല, അവരെ അടിച്ചു കഴിയുമ്പോണ്ടാകുന്ന വേദന എനിക്കും കുറയും. എൻ്റെ ഈശോയ്ക്ക് ഒത്തിരി നന്ദിയുണ്ട് വീണ്ടും ബ്രദർക്ക് അതിൽ. താങ്ക് യു.